പ്രഭാത ധ്യാനം എന്നാണ് നമ്മുടെ ഈ പരിപാടിയെ നാം വിളിക്കുന്നത്. നമ്മുടെ കൺവീനർ ഓർപ്പിച്ചതുപോലെ വിശ്വാസികളുടെ ആത്മീക ചൈതന്യത്തിന് ഉതകുന്ന ചില ചിന്തകൾ ധ്യാനിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ പ്രഭാത യോഗത്തിലെ ലക്ഷ്യം. ഒരു വേദപഠന ക്ലാസ് അല്ല ഇത്. തിരുവെഴുത്താണ് നമ്മൾ പഠിക്കുന്നതെന്ന് വരികിലും ഒരു ബൈബിൾ സ്റ്റഡി അല്ല. അത് നമുക്ക് വൈകിട്ടുണ്ട്. എന്നാൽ രാവിലത്തെ ഈ ക്ലാസ്സുകൾ നമ്മുടെ ആത്മീയ ജീവിതത്തെ പുഷ്ടിപ്പെടുത്തുന്നതിനും നമ്മെ ചൈതന്യത്തിലേക്ക് നയിക്കുന്നതിനുമുള്ള ചില കാര്യങ്ങൾ തിരുവെഴുത്തിൽ നിന്ന് ധ്യാനിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയുള്ളതാണ്. അതുകൊണ്ട് ആ നിലയിൽ തന്നെ ഇന്ന് ഒരു സങ്കീർത്തനം നിങ്ങളോട് ഒരുമിച്ച് ധ്യാനിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. 73-ാമത്തെ സങ്കീർത്തനം, സാം 73. ഞാൻ തന്നെ ആ സങ്കീർത്തനം അത് വായിക്കാം. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം വായിക്കുമ്പോൾ, കാരണം അതിനകത്തെ കാര്യങ്ങളാണ് ഇനി നാം പറയാൻ പോകുന്നത്. ആസാഫിൻ്റെ ഒരു സങ്കീർത്തനം. ദൈവം ഇസ്രയേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് തന്നെ നല്ലവനാകുന്നു നിശ്ചയം. എന്നാൽ എൻ്റെ കാലുകൾ ഏകദേശം ഇടറി, എൻ്റെ കാലടികൾ ഏറെക്കുറെ വഴുതിപ്പോയി. ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളോട് അസൂയ തോന്നും. അവർക്ക് വേദന ഒട്ടുമില്ലല്ലോ, അവരുടെ ദേഹം തടിച്ചുരുണ്ടിരിക്കുന്നു. അവർ മരത്തിനെ പോലെ കഷ്ടത്തിലാകുന്നില്ല, മറ്റു മനുഷ്യരെ പോലെ ബാധിക്കപ്പെടുന്നതുമില്ല. ആകയാൽ ഡംഭം അവർക്ക് മാലയായിരിക്കുന്നു, ബലാത്കാരം വസ്ത്രം പോലെ അവരെ ചുറ്റിയിരിക്കുന്നു. അവരുടെ കണ്ണുകൾ പുഷ്ടി കൊണ്ടുന്നി നിൽക്കുന്നു, അവരുടെ ഹൃദയത്തിലെ നിരൂപണങ്ങൾ കവിഞ്ഞൊഴുകുന്നു. അവർ പരിഹസിച്ച ദുഷ്ടതയോട് ഭീഷണി പറയുന്നു, ഉന്നതഭാവത്തോടെ സംസാരിക്കുന്നു. അവർ വായ ആകാശത്തോളം ഉയർത്തുന്നു, അവരുടെ നാവ് ഭൂമിയിൽ സഞ്ചരിക്കുന്നു. അതുകൊണ്ട് അവൻ തന്റെ ജനത്തെ ഇതിലേക്ക് തിരിക്കുന്നു, അവർ ധാരാളം വെള്ളം വലിച്ചു കുടിക്കുന്നു. ദൈവം എങ്ങനെ അറിയുന്നു, അത്യുന്നതന് അറിവുണ്ടോ എന്നവർ പറയുന്നു. ഇങ്ങനെയാകുന്നു ദുഷ്ടന്മാർ, അവർ നിത്യം സ്വസ്ഥത അനുഭവിച്ച് സമ്പത്ത് വർദ്ധിപ്പിക്കുന്നു. എന്നാൽ ഞാൻ എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചതും എൻ്റെ കൈകളെ കുറ്റമില്ലായ്മയിൽ കഴുകിയതും വ്യർത്ഥമത്രേ. ഞാൻ ഇടപെടാതെ ബാധിതനായിരുന്നു, ഉഷസ്സുതോടും ദണ്ഡിക്കപ്പെട്ടുമിരുന്നു. ഞാൻ ഇങ്ങനെ സംസാരിപ്പാൻ വിചാരിച്ചെങ്കിൽ ഇതാ ഞാൻ നിന്റെ മക്കളുടെ തലമുറയോട് ദ്രോഹം ചെയ്യുമായിരുന്നു. ഞാനിത് ഗ്രഹിപ്പാൻ നിരൂപിച്ചപ്പോൾ എനിക്ക് പ്രയാസമായി തോന്നി. ഒടുവിൽ ഞാൻ ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരത്തിൽ ചെന്ന് അവരുടെ അന്തം എന്താകുമെന്ന് ചിന്തിച്ചു. നിശ്ചയമായി നീ അവരെ വഴുവഴുപ്പിൽ നിർത്തുന്നു, നീ അവരെ നാശത്തിൽ തള്ളിയിടുന്നു. എത്ര ക്ഷണത്തിൽ അവർ ശൂന്യമായി പോയി, അവർ മെലിച്ചുകളാൽ അശേഷം മുടിഞ്ഞു പോയിരിക്കുന്നു. ഉണരുമ്പോൾ ഒരു സ്വപ്നത്തെ പോലെ കർത്താവേ, നീ ഉണരുമ്പോൾ അവരുടെ രൂപത്തെ തുച്ഛീകരിക്കും. ഇങ്ങനെ എൻ്റെ ഹൃദയം വ്യസനിക്കുകയും എൻ്റെ അന്തരംഗത്തിൽ കുത്തുകൊള്ളുകയും ചെയ്തപ്പോൾ ഞാൻ പൊട്ടനും ഒന്നും അറിയാത്തവനുമായിരുന്നു, നിന്റെ മുമ്പിൽ മൃഗം പോലെ ആയിരുന്നു. എന്നിട്ടും ഞാൻ എപ്പോഴും നിന്റെ അടുക്കൽ ഇരിക്കുന്നു. നീ എന്നെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു, നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും. പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ, ഭൂമിയിലും നിന്നെ അല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല. എൻ്റെ മാംസവും ഹൃദയവും ക്ഷയിച്ചു പോകുന്നു. ദൈവം എന്നേക്കും എൻ്റെ ഹൃദയത്തിൻ്റെ പാറയും എൻ്റെ ഓഹരിയുമാകുന്നു. ഇതാ നിന്നോട് അകന്നിരിക്കുന്നവർ നശിച്ചു പോകും, നിന്നെ വിട്ട് പരസംഗം ചെയ്യുന്ന എല്ലാവരെയും നീ സംഹരിക്കും. എന്നാൽ ദൈവത്തോട് അടുത്തിരിക്കുന്ന എനിക്ക് നല്ലത്. നിന്റെ സകല പ്രവൃത്തികളെയും വർണ്ണിക്കേണ്ടതിന് ഞാൻ യഹോവയായ കർത്താവിനെ എൻ്റെ സങ്കേതം ആക്കിയിരിക്കുന്നു. ആസാഫിൻ്റെ ജീവിതത്തിലുണ്ടായ വലിയ ഒരാശയക്കുഴപ്പവും അതിനുശേഷം തനിക്ക് ലഭിച്ച ആത്മീക ഉറപ്പുമാണ് ഈ സങ്കീർത്തനത്തിലെ വിഷയം. ആസാഫ് ഈ പാട്ട് ആരംഭിക്കുന്നത് ദൈവം നല്ലവനാകുന്നു നിശ്ചയം എന്ന് പറഞ്ഞുകൊണ്ടാണ്. ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് തന്നെ നല്ലവനാകുന്നു നിശ്ചയം. ഗോഡ് ഈസ് ഗുഡ്. ദൈവം നല്ലവനാകുന്നു. എത്രയോ സത്യമായ ഒരു കാര്യമാണ്. തിരുവെഴുത്ത് ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ്, യഹോവ എല്ലാവർക്കും നല്ലവൻ. സങ്കീർത്തന പുസ്തകങ്ങൾ അനേകവട്ടം എന്ന് പറഞ്ഞിട്ടുണ്ട്, ദൈവം നല്ലവൻ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യമാണ്. അത് പറഞ്ഞുകൊണ്ടാണ് ആസാഫ് ആരംഭിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവം നല്ലവനാണെന്ന് എനിക്കറിയാം. എന്നാൽ എന്ത് സംഭവിച്ചു? 2 മുതൽ താഴോട്ടുള്ള വാക്യങ്ങളിൽ, അതിൻ്റെ 2 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ ആസാഫിന് വലിയൊരു ആശയക്കുഴപ്പമുണ്ടായി. എന്താ ആസാഫിന് എന്താ ആശയക്കുഴപ്പമാണ് ഉണ്ടായത്? ദുഷ്ടന്മാരായി ദൈവത്തെ സേവിക്കാത്ത ആളുകളുടെ
സൗഖ്യം കണ്ടിട്ട്, അവിടെ സൗഖ്യം എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് ഷാലോം എന്നുള്ള വാക്കാണ്. സമാധാനം എന്നാണ് ഷാലോം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. അപ്പോൾ ദുഷ്ടന്മാരുടെ സമാധാനം, അവരനുഭവിക്കുന്ന സമാധാനം, അവരുടെ ജീവിതത്തിൽ അവരനുഭവിക്കുന്ന സൗഖ്യം, അത് കണ്ടിട്ട് അഹങ്കാരികളോട് എനിക്ക് അസൂയ തോന്നി. മാത്രമല്ല താഴെ ദുഷ്ടന്മാരെ കുറിച്ച് അനേക കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഇപ്പോൾ ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അത് നിങ്ങൾ വായിച്ചപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. അവർക്ക് വേദന ഒട്ടുമില്ല, അവർക്ക് നല്ല ആരോഗ്യമുണ്ട്, അവർ പരിഹാസത്തോടെ സംസാരിക്കുന്നു, ദൈവത്തിനെതിരെ അവർ സംസാരിക്കുന്നു. 11-ാം വാക്യത്തിൽ ദൈവം എങ്ങനെ അറിയുന്നു, അത്യുന്നതന് അറിവുണ്ടോ എന്നവർ പറയുന്നു. ഇങ്ങനെ നിത്യം സ്വസ്ഥത അനുഭവിച്ച് സമ്പത്ത് വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ 1-ാം വാക്യത്തിൽ ദൈവം നല്ലവനാണ് എന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന സങ്കീർത്തനക്കാരൻ 2 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ തന്റെ ശ്രദ്ധ മറ്റൊരു ദിശയിലേക്ക് കേന്ദ്രീകരിച്ചത് മുഖാന്തരം ഉണ്ടായ വലിയൊരു ആശയക്കുഴപ്പം വിവരിക്കുക. എന്താ ആശയക്കുഴപ്പം? ദൈവത്തെ സേവിക്കാത്ത ആളുകൾ സുഖമായി, സമാധാനമായി, സൗകര്യമായി, ആരോഗ്യത്തോടെ, ബലത്തോടെ ജീവിക്കുന്നു. ശാരീരികമായ ആരോഗ്യം അവർക്കുണ്ട്, സാമ്പത്തികമായ നന്മ അവർക്കുണ്ട്, മറ്റു മനുഷ്യരെ പോലെ അവർ ബാധിക്കപ്പെടുന്നില്ല എന്ന് മാത്രമല്ല, ദൈവത്തിന് വിരോധമായി ഡംഭത്തോടുകൂടെ യാതൊരു ഭയവുമില്ലാതെ ദൈവത്തെ വെല്ലുവിളിച്ചുകൊണ്ട് അവർ സംസാരിക്കുകയും ചെയ്യുന്നു. ഇത് സങ്കീർത്തനക്കാരന് വളരെ ആശയക്കുഴപ്പമുണ്ടായി. അതെന്താ സങ്കീർത്തനക്കാരന് ആശയക്കുഴപ്പമുണ്ടാകാൻ കാരണം? അടുത്ത വാക്യങ്ങൾ നോക്കി. അതിന്റെ 13-ാമത്തെ വാക്യം, 13ഉം 14ഉം വാക്യങ്ങൾ, എന്നാൽ ഞാൻ എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചതും എൻ്റെ കൈകളെ കുറ്റമില്ലായ്മയിൽ കഴുകിയതും വ്യർത്ഥമത്രേ. ഞാൻ ഇടപെടാതെ ബാധിതനായിരുന്നു, ഉഷസ് തോറും ദണ്ഡിക്കപ്പെട്ടും ഇരുന്നു. എന്താ സങ്കീർത്തനക്കാരന് ആശയക്കുഴപ്പമുണ്ടാകാനുള്ള കാര്യം? ദുഷ്ടന്മാർ സുഖമായിരിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, പിന്നെ എന്താ, ദൈവത്തെ വിളിക്കുന്നവർക്ക് വളരെ കഷ്ടമാണ് താനും. ഇത് രണ്ടും കൂടെ വന്നപ്പോഴാണ് മനപ്രയാസം വന്നത്. കേവലം ദുഷ്ടന്മാർ കുറച്ചുപേർ സുഖമായിട്ട് നടന്നു എന്ന് മാത്രമേ ഉള്ളായിരുന്നെങ്കിൽ ഇത്രയും മനപ്രയാസം ആസാഫിനുണ്ടാകുകയില്ല. എന്നാൽ മനപ്രയാസം കൂടാൻ കാരണം ദുഷ്ടന്മാർ സുഖമായിരിക്കുകയും അതിനെതിരെ കോൺട്രാസ്റ്റ് ആയിട്ട് ദൈവത്തെ വിളിക്കുന്ന ആളുകൾ, ഹൃദയത്തെ ശുദ്ധീകരിക്കുന്ന ആളുകൾ, കൈകളെ കുറ്റമില്ലായ്മയിൽ കഴുകുന്ന ആളുകൾ, അങ്ങനെയുള്ളവര് പലവിധ കഷ്ടങ്ങളാൽ, ശാരീരികമാകട്ടെ മാനസികമായിട്ട്, അങ്ങനെയുള്ള ക്ലേശങ്ങളാൽ ഇടപെടാതെ ബാധിതരായി ഉഷസ് തോറും ദണ്ഡിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഈ കോൺട്രാസ്റ്റ് ആണ് ആസാഫിന് ആശയക്കുഴപ്പം ഉണ്ടാകാനായിട്ടുള്ള കാരണം. അപ്പോൾ ആസാഫിന്റെ മനസ്സിൽ അനേക സംശയങ്ങൾ ഉയരുകയാണ്. എന്തായിരിക്കാം ആ സംശയങ്ങൾ? അതെല്ലാം ഇവിടെ എഴുതിയിട്ടില്ലെങ്കിലും നമുക്ക് ഈ ഭാഗത്തു നിന്ന് ഊഹിക്കാൻ കഴിയും. എന്തായിരിക്കാം സംശയം? ദൈവത്തെ സേവിക്കുന്നതുകൊണ്ട് എന്താ പ്രയോജനം? അത് അതിന്റെ 13-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. എന്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചത്, നിർമ്മലമായി ജീവിച്ചു, വിശുദ്ധമായി ജീവിക്കുന്നതുകൊണ്ട് എന്താ പ്രയോജനം? വിശുദ്ധമായി ജീവിക്കാത്തവനാണ്ട് നല്ല സുഖമായിട്ട് നടക്കുന്നു, വിശുദ്ധമായി ജീവിക്കുന്നവൻ കിടന്ന് കഷ്ടപ്പെടുന്നു. അപ്പൊ പിന്നെ വിശുദ്ധമായിട്ട് എന്തിനാ ജീവിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ലോക ചരിത്രത്തിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൈവത്തിൽ ശരണപ്പെട്ട് ആശ്രയിച്ച് ജീവിക്കുന്നവർക്ക് ഏത് കാലത്തും ഉണ്ടാകാൻ സാധ്യതയുള്ള, ഉണ്ടായിട്ടുള്ളൊരു ആശയക്കുഴപ്പമാണ്. ഇത് ആസാഫിന് മാത്രമുള്ളതല്ല. നമുക്ക് യെരമ്യാ പ്രവചനത്തിൽ നിന്ന് ഒരു ഭാഗം ഒന്ന് വായിച്ചു നോക്കാം. യെരമ്യാ പ്രവചനം 12-ാം അധ്യായം, അതിന്റെ 1ഉം 2ഉം വാക്യങ്ങൾ ഒന്ന് വായിക്കാം. യെരമ്യാ പ്രവചനം 12-ന്റെ 1ഉം 2ഉം വാക്യം. ഞാൻ നിന്നോട് വാദിച്ചാൽ നീ നീതിമാനായിരിക്കും, എങ്കിലും ന്യായങ്ങളെ കുറിച്ച് ഞാൻ നിന്നോട് ചോദിപ്പാൻ തുനിയുന്നു. ദുഷ്ടന്മാരുടെ വഴി സുഖമായിരിക്കാൻ സംഗതി എന്ത്? ദ്രോഹം പ്രവർത്തിക്കുന്നവരൊക്കെയും നിർഭയന്മാരായിരിക്കുന്നത് എന്ത്? ഇവിടെ യെരമ്യാവ്, നമുക്കറിയാം, പ്രവാചകനാണ്. യെരമ്യാവ് ദൈവത്തോട് പറയുകയാണ്, ഞാൻ ഇങ്ങനെ നിന്നോട് ഒരു വാദപ്രതിവാദം നടത്തുന്നത് ക്ഷമിക്കണം, എനിക്കതിൽ പ്രയാസമുണ്ട്, എന്നാലും ചോദിക്കാതിരിക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെ കാണുമ്പോൾ ചോദിച്ചു പോവുകയാണെന്ന് നീ അങ്ങ് ക്ഷമിച്ചേക്കണം. നീ പറയുന്നതാണ് ശരി, അതെനിക്കറിയാം. എന്നാലും എന്റെ മനസ്സിൽ ചോദ്യം ഉയരുക. എന്താ ചോദ്യം? ദുഷ്ടന്മാരുടെ വഴി ശുഭമായിരിക്കാൻ സംഗതി എന്ത്? ദ്രോഹം പ്രവർത്തിക്കുന്നവരൊക്കെയും നിർഭയന്മാരായിരിക്കുന്നതെന്ത്? അവര് വേരൂന്നി
വളരുന്നതെന്ത്? പ്രിയപ്പെട്ടവരെ, അതാ ഞാൻ പറഞ്ഞത്, ഏത് കാലത്തുമുള്ള ഭക്തന്മാർക്കുണ്ടായിട്ടുള്ള ഒരു ആശയക്കുഴപ്പമാണ്. ഇനി ഇത് പഴയ നിയമത്തിൽ മാത്രമാണോ ഉണ്ടായിട്ടുള്ളത്? പുതിയ നിയമത്തിൽ ഭാഗം വായിക്കാതെ ഇതിന്റെ ഒരു ക്ലാസിക് എക്സാമ്പിൾ ഉണ്ട്. അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് അത് ഓർമ്മ വരും. യേശുക്രിസ്തുവിന്റെ ഹെറാൾഡായിരുന്നു, മുന്നോടിയായിരുന്നു യോഹന്നാൻ സ്നാപകൻ. എന്റെ പിന്നാലെ വരുന്നവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. ഞാൻ നിങ്ങളെ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു, അവൻ നിങ്ങളെ തീയിലും പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനമേൽപ്പിക്കും. എന്നേക്കാൾ വളരെ വലിയവനാണ് എന്റെ പുറകെ വരുന്നവനെന്ന് പറഞ്ഞ് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദമെന്ന് യെശയ്യാ 40 പറഞ്ഞിരിക്കുന്ന ആള് താൻ തടവിലായപ്പോൾ ചില ശിഷ്യന്മാരെ കർത്താവിന്റെ അടുക്കൽ അയച്ചൊരു ചോദ്യം ചോദിച്ചു. എന്താ ചോദ്യം? വരുവാനുള്ളവൻ നീ തന്നെയാണോ, അതോ ഞങ്ങൾ മറ്റൊരുത്തനെ കാത്തിരിക്കണമോ? യോഹന്നാനെ, നീ എന്താ ഈ ചോദിക്കുന്നത്? ഇത്രയും നാൾ പിന്നെ പ്രസംഗിച്ചു നടന്നത് എന്താ? ഇത്രയും നാൾ വിളിച്ചു പറഞ്ഞത് എന്താ? ഇത്രയും നാൾ മനുഷ്യരോടൊക്കെ പറഞ്ഞത് എന്താ? എന്നിട്ട് ഇപ്പൊ നീ ചോദിക്കുകയാണ് എനിക്ക് തെറ്റു പറ്റിയോ? ഇവൻ തന്നെയാണോ മശിഹ? വരുവാനുള്ളവൻ നീ ആണോ, അതോ ഇനി വേറെ വല്ലവരെയും കാത്തിരിക്കണമോ? അതെന്താ അങ്ങനെ യോഹന്നാൻ ചോദിച്ചത്? അത് ഒരു വലിയ ചോദിച്ചത് ശരിയാണെന്ന് ഞാൻ പറയല്ല, പക്ഷെ ഒരു വലിയ സത്യം അത് തെളിയിക്കുക. However spiritual we may be, our feet are still made of clay. നാം എത്ര ആത്മീയരായി തീർന്നാലും നമ്മുടെ കാലുകൾ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയതാണ്. എന്ന് പറഞ്ഞാൽ നാം മർത്യരാണ്. നാം ഈ ഭൂമിയിൽ ഉള്ള വെറും ബലഹീന മനുഷ്യരാണ്. ഇനി വേദപുസ്തക ചരിത്രം മാത്രമല്ല, നമ്മുടെ ഇടയിൽ തന്നെ, ഞാൻ പേരും നാളും ഒന്നും പറയുന്നില്ല, എനിക്ക് കൃത്യം അറിഞ്ഞും കൂടാ, പക്ഷേ ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മുടെയൊക്കെ ഇടയിൽ തന്നെ ഭക്തന്മാരായി ജീവിച്ചിരുന്ന ചില ആളുകൾ അവരുടെ ജീവിതത്തിലെ ചില വിഷമഘട്ടങ്ങളിൽ ഇതുപോലുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ദൈവം ഇത് ദൈവഭക്തിയുള്ളവർക്ക് ഇങ്ങനെ അനുവദിച്ചത്? നമുക്ക് തന്നെ സാധാരണ ഉണ്ടാകുന്ന ഒരു ആശയക്കുഴപ്പമല്ലേ ഇത്? നമ്മൾ കേൾക്കുകയാണ്, ഇന്ന് ഏറ്റവും അധികം കേൾക്കുന്നത് ക്യാൻസർ ആണല്ലോ. നമ്മൾ കേൾക്കുകയാണ് വളരെ ഭക്തിയായിട്ട് ജീവിച്ച ഒരു ദൈവദാസൻ അല്ല ദൈവദാസി ക്യാൻസർ ആണെന്ന് പെട്ടെന്ന് കേൾക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്ത എന്താ? അതിന് വളരെ ആത്മീയനായിരുന്നല്ലോ. അപ്പൊ അതിന്റെ ബാക്കി എന്താ? ആത്മീയനായതുകൊണ്ട് ഇത് വരാൻ പാടില്ലായിരുന്നു. നമ്മുടെ എല്ലാം മനസ്സിൽ ഇങ്ങനെയാ, അദ്ദേഹം നല്ലൊരു ദൈവദാസനായിരുന്നല്ലോ, അപ്പൊ നല്ല ദൈവദാസനായതുകൊണ്ട് ഇത് വരാൻ പാടില്ല എന്നാണ് നമ്മുടെ ഉള്ളിലിരിപ്പ്. അതാണ് നമ്മളെല്ലാം ചിന്തിച്ചു വെച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആസാഫിനുണ്ടായ ആശയക്കുഴപ്പം അതാണ്. മലാഖിയുടെ പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് ഒന്ന് വരിക. അവിടെ ആ കാലത്തെ ദൈവജനത്തിനും ഇതേ ആശയക്കുഴപ്പം ഉണ്ടായതായിട്ട് എഴുതിയിട്ടുണ്ട്. മലാഖിയുടെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം. ആകയാൽ ഞങ്ങൾ അഹങ്കാരികളെ ഭാഗ്യവാന്മാരെന്ന് പറയുന്നു, ദുഷ്പ്രവർത്തിക്കാർ അഭ്യുദയം പ്രാപിക്കുന്നു, ദൈവത്തെ പരീക്ഷിക്കുന്നവർ ശിക്ഷ ഒഴിഞ്ഞു പോകുന്നുവെന്ന് നിങ്ങൾ പറയുന്നു. അതിന്റെ മുകളിലത്തെ വാക്യം നോക്കിയേ, 14-ാം വാക്യം. ഞങ്ങൾ അവന്റെ കാര്യം നോക്കുന്നതിനാലും സൈന്യങ്ങളുടെ യഹോവയുടെ മുമ്പാകെ കറുപ്പെടുത്ത് നടന്നതിനാലും എന്ത് പ്രയോജനമുണ്ട്? ഞങ്ങൾ ദൈവത്തിന്റെ കാര്യം നോക്കുന്നതിനാലും സൈന്യങ്ങളുടെ യഹോവയുടെ മുമ്പാകെ കറുപ്പെടുത്ത് നടന്നതിനാലും. കറുപ്പെന്നുള്ളത് അനുതാപത്തിന്റെ മോർണിംഗിന്റെ ചിത്രമാണ്. അപ്പൊ കറുപ്പെടുത്ത് നടക്കുക എന്ന് പറഞ്ഞാൽ മാനസാന്തരപ്പെട്ട് അനുദപിച്ച് പാപങ്ങളെ കുറിച്ചൊക്കെ ദുഃഖിച്ച് ഏറ്റുപറഞ്ഞ് നടക്കുന്നതിനെയാണ് കറുപ്പെടുത്ത് നടക്കുക എന്ന് പറയുന്നത്. ആത്മതപനം ചെയ്ത് അനുതാപവും മാനസാന്തരവുമുള്ളവരായി ഞങ്ങൾ ദൈവസന്നിധിയിൽ ഞങ്ങളെ തന്നെ താഴ്ത്തി ജീവിച്ചത് കൊണ്ട് എന്താ പ്രയോജനം? യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്നത് വ്യർത്ഥം. ഇറ്റ് ഈസ് യൂസ്ലെസ് ടു സെർവ് ഗോഡ്. ദൈവത്തെ സേവിക്കുന്നത് വെറുതെ. കാരണം എന്താ? ദൈവത്തെ സേവിക്കാത്തവൻ നല്ല മിടുക്കനായിട്ട് നടക്കുന്നു, അവര് അഭ്യുദയം പ്രാപിക്കുന്നു. ദൈവത്തെ പരീക്ഷിക്കുന്നവർ ശിക്ഷ ഒഴിഞ്ഞു പോകുന്നു എന്ന് നിങ്ങൾ പറയുന്നു. അവിടെ പറയുന്നു എന്ന് മലയാളത്തിൽ തർജ്ജമ ചെയ്തിരിക്കുന്നത് അന്യോന്യം പറയുന്നു എന്നാണ് അതിന്റെ മൂലഭാഷയിൽ. യു സെറ്റ് ടു വൺ അനദർ. നിങ്ങൾ അന്യോന്യം പറയുക. എന്താ പറയുക? കാണുമ്പോ പറയുക, എടാ നമ്മൾ ഈ കൺവെൻഷൻ യോഗത്തിലൊക്കെ പോയിട്ട് എന്നാടാ കാര്യം? അപ്പൊ മറ്റവൻ പറയും, എടാ എനിക്കും അത് തന്നെയാ തോന്നുന്നത്, ഞാനും കുറച്ച് ദിവസമായിട്ട് ഇത് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അവരന്യോന്യം പറഞ്ഞെന്നാണ് എഴുതിയിരിക്കുന്നത്. അതിന്റെ താഴെ യഹോവ ഭക്തന്മാർ
തമ്മിൽ തമ്മിൽ സംസാരിച്ചു എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഈ മുകളിൽ പറയുന്നു എന്ന് എഴുതിയിരിക്കുന്നത് തമ്മിൽ തമ്മിൽ തന്നെയാണ്. എന്തുകൊണ്ടോ തർജ്ജമയിൽ അത് വരാതിരുന്നതാണ്. യഹോവ ഭക്തന്മാർ തമ്മിൽ തമ്മിൽ സംസാരിക്കുന്നുണ്ട് ദൈവത്തെ കുറിച്ച് നല്ല കാര്യങ്ങൾ. എന്നാൽ വേറൊരു കൂട്ടര് അവര് ദൈവമക്കളായിരിക്കാം, പക്ഷേ അവരും തമ്മിൽ തമ്മിൽ സംസാരിക്കുക. എന്താ അവര് തമ്മിൽ തമ്മിൽ സംസാരിക്കുന്നത്? യഹോവയെ സേവിക്കുന്നുകൊണ്ട്, കരുപ്പുറത്ത് നടക്കുന്നുകൊണ്ട് എന്ത് കാര്യം? അനുദപിച്ചിട്ട് എന്ത് കാര്യം? ബൈബിൾ സ്റ്റഡിക്ക് പോയിട്ട് എന്ത് കാര്യം? എല്ലാ ഞായറാഴ്ചയും യോഗത്തിന് പോയിട്ട് എന്ത് കാര്യം? പ്രാർത്ഥിച്ചിട്ട് എന്ത് കാര്യം? രാത്രി പ്രാർത്ഥന നടത്തുന്നു, ഇതുകൊണ്ട് എന്ത് കാര്യം? എന്ത് നേടുന്നു? ഇതൊന്നുമില്ലാത്തവനെ നോക്ക് വളരെ ക്ഷേമമായിട്ട് കഴിയുന്നു. പ്രിയപ്പെട്ടവരെ, മനുഷ്യരായ നമ്മുടെ മനസ്സിൽ ഉണ്ടാകാവുന്ന ഒരു വലിയ ആശയക്കുഴപ്പമാണിത്. ദൈവത്തെ സേവിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമില്ല. ദൈവത്തെ സേവിക്കാത്തവനും സുഖമായിട്ടാണ് കഴിയുന്നത്. സേവിക്കുന്നവർക്കാ പിന്നെയും കഷ്ടപ്പാട് കൂടുതല്. പിന്നെ ഇതൊക്കെ ശരിയാണോ? ഇങ്ങനെയൊക്കെയാണോ വേണ്ടത് എന്നുള്ള സംശയം. നമ്മുടെ പ്രൊഫസർ മാത്യൂസ് എബ്രഹാം സാറ് പ്രസംഗിക്കുമ്പോൾ പറയുന്ന ഒരു തമാശ ഉണ്ട്. ആ തമാശയിൽ ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഇതിൽ അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടെങ്കിൽ ഞാൻ ഈ പറയുന്നത് കേട്ട് കാണും. നോഹയുടെ പെട്ടകത്തെ കുറിച്ച് എപ്പോഴും പ്രസംഗിക്കുന്ന ഒരു അപ്പച്ചനുണ്ടായിരുന്നു. എല്ലായിടത്തും നോഹയുടെ പെട്ടകമാണ് പുള്ളിയുടെ പ്രസംഗ വിഷയം. അപ്പോ ഒരു ദിവസം പത്രത്തിൽ ഒരു വാർത്ത വന്നു. നോഹയുടെ പെട്ടകം എന്ന് വിചാരിക്കപ്പെടുന്ന ഒരു പെട്ടകം ഒരിടത്ത് കണ്ടെത്തി എന്ന് ഒരു വാർത്ത വന്നു. അപ്പൊ അവരുടെ അടുത്തുള്ള ഒരു ചെറുപ്പക്കാരൻ പയ്യൻ വിചാരിച്ചു ഇത് അപ്പച്ചന് വളരെ ഇൻട്രസ്റ്റിംഗ് കാര്യം, കാരണം അപ്പച്ചന്റെ വിഷയമാണല്ലോ ഇത്. അപ്പൊ അപ്പച്ചൻ പ്രസംഗിക്കുന്ന സത്യമാണെന്നുള്ളതിന് ഉറപ്പായിട്ട് ഇനി അപ്പച്ചന് പ്രസംഗിക്കാമെന്ന് വിചാരിച്ച് ഈ പയ്യൻ ഈ ന്യൂസുമായിട്ട് അപ്പച്ചന്റെ അടുത്തോട്ട് ഓടി. അപ്പച്ച ഇത് കണ്ടോ പത്രത്തില് നോഹയുടെ പെട്ടകം കണ്ടുപിടിച്ചെന്ന്, ഇത് ചരിത്രത്തിലുള്ളതാണെന്ന്. അപ്പൊ ഇവൻ വിചാരിച്ച അപ്പച്ചൻ രണ്ട് സ്തോത്രമൊക്കെ പറയാന്ന്. പക്ഷെ അപ്പച്ചനൊരു മൗനം, ഒരു സങ്കടഭാവം. അപ്പൊ ഇവൻ ചോദിച്ചു, അപ്പച്ചൻ കേട്ടില്ലേ ഞാൻ പറഞ്ഞത്? അപ്പച്ചൻ പറയുന്നതൊക്കെ സത്യമാണ്. അപ്പൊ അപ്പച്ചൻ ഒന്ന് ആലോചിച്ചിട്ട് ചോദിക്കുക, ആഹാ ഇതൊക്കെ ഉള്ളതല്ലയോ? അപ്പൊ ഇത്രയും നാൾ പ്രസംഗിച്ചേട്ടൻ എന്താ ഇതൊക്കെ ഉള്ളതല്ലയോ? വേദോസ്തവത്തിൽ ഉള്ളതുകൊണ്ട് അപ്പച്ചൻ പ്രസംഗിച്ചെന്നേ ഉള്ളൂ, അല്ലാതെ ഇത് ഉള്ളതാന്ന് വിചാരിച്ച് പ്രസംഗിച്ചതല്ല. എന്റെ സൗരസവന്മാരെ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഏത് സമയത്തും നമുക്ക് സംഭവിച്ചു പോകാവുന്ന ഒരു അപകടമാണ് സംശയം. ദൈവത്തിന്റെ നന്മയെ കുറിച്ചുള്ള സംശയം, ദൈവത്തിന്റെ കരുതലിനെ കുറിച്ചുള്ള സംശയം. ഏദൻ തോട്ടത്തിൽ മനുഷ്യന് സംഭവിച്ച ആദ്യ പരീക്ഷയുടെ കാതൽ ഇതാ. എന്താ പിശാച് സാത്താൻ വന്ന് പറഞ്ഞത്? അവിടുത്തെ ചോദ്യോത്തരമൊക്കെ നമുക്കറിയാം. അതിൽ അവൻ പറഞ്ഞൊരു കാര്യം, നിങ്ങൾക്ക് ഇത് തിന്നാൽ നിങ്ങൾക്ക് നന്മ വരുമെന്ന് ദൈവത്തിന് അറിയാം, അതുകൊണ്ടാ പറഞ്ഞത് തിന്നരുത്. അപ്പൊ അതിനകത്ത് ഇംപ്ലൈഡ് ആയിട്ടുള്ളത് എന്താ? നിങ്ങൾക്ക് നന്മ വരുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. നിങ്ങൾക്ക് ഇത് തിന്നാൽ പ്രൊമോഷൻ ലഭിക്കുമെന്ന് ദൈവത്തിന് അറിയാം, അതുകൊണ്ടാ പറഞ്ഞത് നിങ്ങൾ തിന്നരുത്. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ഗുണത്തിന് വേണ്ടി പറയാണ്, നിങ്ങൾ തിന്നണം, തിന്നാൽ നിങ്ങൾ ദൈവത്തെ പോലെ ആകും. അപ്പൊ ഇവിടെ ഗുണം പറയുന്നവൻ പിശാചായി, മനുഷ്യന്റെ ദോഷം ചിന്തിക്കുന്നവൻ ദൈവവുമായി സാത്താന്റെ ദൃഷ്ടിയിൽ. നിങ്ങൾക്ക് നന്മ വരുമെന്നുള്ളതിൽ ദൈവത്തിന് താല്പര്യമില്ല, അതുകൊണ്ടാണ് ഇത് തിന്നരുതെന്ന് പറഞ്ഞത് എന്നാണ് സാത്താൻ പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ കുറിച്ച്, ദൈവത്തിന്റെ നന്മയെ കുറിച്ച്, ദൈവത്തിന്റെ വിശ്വസ്തതയെ കുറിച്ച്, ദൈവത്തിന്റെ റിലയബിലിറ്റി, ദൈവത്തിൽ ആശ്രയിക്കാമെന്നുള്ളതിനെ കുറിച്ച് മനുഷ്യരുടെ മനസ്സിൽ സംശയമുളവാക്കുക എന്നുള്ളതാണ് പിശാചിന്റെ ഏറ്റവും വലിയ ജോലി. അനേക ചോദ്യങ്ങൾ അവൻ ചോദിച്ചു. ദൈവം നല്ലവനാണ് നിങ്ങൾ പറഞ്ഞല്ലോ, എന്നിട്ട് നിങ്ങളുടെ കൊച്ചിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് എന്താ സുഖമാകാത്തെ? അപ്പൊ ദൈവം നല്ലവനാണോ? അപ്പൊ ഈ കുറെ നാള് സുഖമാകാതിരിക്കുമ്പം നമ്മളും ചിന്തിക്കും, അവൻ പറഞ്ഞതിലൊരു സ്വല്പം കാര്യം ഉണ്ടല്ലോ. നമ്മുടെ മനസ്സിലും തോന്നാൻ തുടങ്ങും. കുറെ കഴിഞ്ഞിട്ടും പ്രാർത്ഥിക്കുക, എപ്പോഴും പ്രാർത്ഥിക്കും, പക്ഷെ കൊച്ചിന് സുഖമാകുന്നില്ല. അവൻ പറഞ്ഞതിലൊരു സ്വല്പം കാര്യമുണ്ടെന്നാ തോന്നുന്നത് എന്ന് നമ്മുടെ മനസ്സിൽ അറിഞ്ഞോ അറിയാതെയോ തോന്നിപ്പോകും. ഈ ആസാഫ് ദൈവവിരോധിയല്ല, ദൈവം നല്ലവനാണെന്ന് എനിക്ക് അറിയാമെന്ന് പറഞ്ഞാണ് ആസാഫ് തുടങ്ങുന്നത്. നമ്മുടെ കാര്യം അതുപോലെ തന്നെയാണ്. നാം ആരും ദൈവത്തെ സംശയിക്കുന്നവരോ ചോദ്യം ചെയ്യുന്നവരോ അല്ല. എന്നാൽ നമ്മുടെ ജീവിതത്തിലെ ചില സാഹചര്യങ്ങളിൽ മറ്റുള്ളവർക്ക് നന്മയും നമുക്ക് ലോകപ്രകാരം തിന്മയും ഭവിക്കുമ്പോൾ ഇങ്ങനെയുള്ള ആശയക്കുഴപ്പങ്ങൾ നമുക്കുണ്ടാകാം. നമ്മുടെ മനസ്സിൽ ദൈവത്തെക്കുറിച്ച് സംശയമുണ്ടാക്കുക, ക്രിയേറ്റ് ഡൗട്ട് കൺസേണിംഗ് ദ ഗുഡ്നെസ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ നന്മയെക്കുറിച്ച് സംശയം ജനിപ്പിക്കുക. ഇത് പിശാചിന്റെ ഒരു വലിയ ജോലിയാണ്. എന്തിനാ അങ്ങനെ സംശയം ജനിപ്പിക്കുന്നത്? അതുകൊണ്ടുള്ള ഗുണം എന്താ?
ഒരാളെ കുറിച്ച് എനിക്ക് സംശയമാണെങ്കിൽ ഞാൻ അയാളോട് അടുക്കുകയല്ല. നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പൊ ഇവിടെ കൺവെൻഷനിൽ അനേക ആളുകൾ വരുന്നുണ്ട്. നമ്മുടെ യോഗം കഴിഞ്ഞ് എല്ലാവരും തമ്മിൽ കൈ കൊടുക്കുകയും വർത്താനം പറയുകയൊക്കെ ചെയ്യുന്നു. അപ്പൊ ഇവിടെ ഒരാളുണ്ടെന്ന് വിചാരിക്കുക, ആളത്ര ശരിയല്ലെന്ന് എനിക്കൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഞാൻ എന്ത് ചെയ്യും? യോഗം കഴിയുമ്പോൾ പുള്ളിയോടുണ്ടെങ്കിൽ പതുക്കെ അങ്ങ് മാറി വേറെ ആരോടെങ്കിലും വർത്താനം പറയാൻ പോകും. പുള്ളിയോട് അടുക്കണ്ട എനിക്ക്, കാരണം ആള് ശരിയല്ലെന്നാണ് എനിക്കുള്ള റിലയബിൾ സോഴ്സസിൽ നിന്നുള്ള ഇൻഫർമേഷൻ. ആള് ശരിയല്ല എന്ന് തോന്നിയാൽ നാം അടുക്കയില്ല. പിശാചിന് ആകെക്കൂടെ സാധിക്കേണ്ടത് ദൈവത്തോട് നാം ആരും അടുക്കരുത്. അതാണ് അവന്റെ പണക്ക്. പ്രസംഗിച്ചോ പാടിക്കോ യോഗത്തിന് പോയിക്കോ അതൊക്കെ ശരി, പക്ഷേ നിന്റെ ഹൃദയത്തിൽ ജീവിതത്തിൽ ദൈവവുമായിട്ട് നീ അടുക്കരുത്. ദൈവത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും നിന്നെ അകറ്റണം. അതിനാണ് പിശാച് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. അതിന് അവൻ ശ്രമിക്കുന്ന അവന്റെ പരിശ്രമത്തിലെ ഒരു പ്രധാന കാര്യമാണ് ദൈവത്തിന്റെ നന്മയെക്കുറിച്ച് സംശയമുളവാക്കുക എന്നുള്ളത്. ആകട്ടെ, ആസാഫ് ഇവിടെ ചെയ്ത ഒരു തെറ്റ്, അവൻ മുകളിലേക്ക് നോക്കേണ്ടതിന് പകരം ചുറ്റും നോക്കി. എപ്പോഴാ ഈ കൺഫ്യൂഷൻ എല്ലാം ഉണ്ടായത്? ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എന്ന് പറഞ്ഞാൽ ചുറ്റുമുള്ളവരെല്ലാം അവൻ നോക്കി. ആസാഫ് ചെയ്തൊരു പെശകത. ഇൻസ്റ്റെഡ് ഓഫ് ലുക്കിംഗ് അപ്പ് he looked around. ചുറ്റും നോക്കുന്നതിന് പകരം മുകളിലേക്ക് നോക്കുന്നതിന് പകരം അവൻ ചുറ്റും നോക്കി. മോശയെ കുറിച്ച് അവൻ തന്റെ ഒരു സഹോദരനെ ഒരു മിസ്രയീമിനെ അടിക്കുന്നത് കണ്ടപ്പോൾ, തല്ലുന്നത് കണ്ടപ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്, മോശ എന്ത് ചെയ്ത ഇതുപോലൊരു പ്രയോഗമുണ്ട് അവിടെ. മോശ ചുറ്റും നോക്കി, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി, മുകളിലോട്ട് നോക്കിയില്ല. മുകളിലോട്ട് നോക്കിയാണെങ്കിൽ അടിച്ചു കൊല്ലുകയല്ലായിരുന്നു. ചുറ്റും നോക്കി ആരും ഇല്ലെന്ന് കണ്ടപ്പോൾ ഒരു അടി വെച്ചു കൊടുത്തു. നമ്മുടെ ജീവിതത്തിലും മുകളിലേക്ക് നോക്കേണ്ടതിന് പകരം നമ്മുടെ ജീവിതത്തിൽ അനേക സാഹചര്യങ്ങൾ നാം ചുറ്റും നോക്കുക. പത്രോസ് വെള്ളത്തിന്മീതെ നടന്ന കാര്യം നമുക്കറിയാം. ഇറങ്ങി വരാൻ പറഞ്ഞു, നടന്നു, കുറച്ചു നേരം നടന്നു. പിന്നെ നമ്മൾ വായിക്കുന്നത് കാറ്റും കോളും കണ്ട് മുങ്ങിത്തുടങ്ങിയെന്നാണ്. കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി നടക്കേണ്ടതിന് പകരം ചുറ്റും നോക്കാൻ തുടങ്ങി, പരിതസ്ഥിതികളെ നോക്കാൻ തുടങ്ങി, പ്രശ്നങ്ങളെ നോക്കാൻ തുടങ്ങി, പ്രശ്നത്തിന്റെ വലിപ്പം നോക്കാൻ തുടങ്ങി. ഈ പ്രശ്നം ഇങ്ങനെ വലുതായി വന്നാൽ എനിക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള ദോഷം എന്ത് എന്ന് അവൻ ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ തുടങ്ങിയപ്പോൾ അവന് അത് പ്രയാസത്തിന് കാരണമായി തീർന്നു. ആസാഫ് വരുത്തിയ ഒരു തെറ്റ്, അവൻ ചുറ്റും നോക്കി. രണ്ടാമത് അവൻ വരുത്തിയൊരു തെറ്റ്, അവൻ മറ്റുള്ളവരെയും തന്നെയും തമ്മിൽ താരതമ്യപ്പെടുത്തി. ഈ കമ്പയർഡ് ദി അൺഗോഡ്ലി വിത്ത് ദ ഗോഡ്ലി. ദൈവമില്ലാത്തവരെയും ദൈവമുള്ളവരെയും തമ്മിൽ അവൻ താരതമ്യപ്പെടുത്തി. അങ്ങനെ താരതമ്യപ്പെടുത്താനായിട്ട് നമുക്ക് അനുവാദമില്ല. ലോകത്തിൽ ദൈവമില്ലാത്ത ആളുകൾക്ക് സംഭവിക്കുന്നതും ദൈവമുള്ള ആളുകൾക്ക് സംഭവിക്കുന്നതും തമ്മിൽ താരതമ്യ പഠനം നടത്തിയല്ല ദൈവം നല്ലവനാണോ അല്ലയോ എന്ന് നാം തീരുമാനിക്കുന്നത്. ഇനി മൂന്നാമത് ആസാഫിന് പറ്റിയ മറ്റൊരു തെറ്റ്, ഭൗതികമായ കാര്യങ്ങൾ ആണ് നന്മയുടെ പ്രതീകമെന്ന് അവൻ വിചാരിച്ചു. ആത്മീയ വിഷയങ്ങളല്ല, നിലനിൽക്കുന്ന കാര്യങ്ങളല്ല, നിത്യമായ കാര്യങ്ങളല്ല, താൽക്കാലികവും ഭൗതികവുമായ കാര്യങ്ങൾ, മെറ്റീരിയൽ ബെനിഫിറ്റ്സ്, മെറ്റീരിയൽ പ്രോസ്പെറിറ്റി ഈസ് മോർ ഇമ്പോർട്ടന്റ് ദാൻ ഇറ്റേണൽ സ്പിരിച്വൽ വെൽബീയിങ് എന്ന് അവൻ തെറ്റിദ്ധരിച്ചു പോയി. അവൻ ചുറ്റും നോക്കിയപ്പോ എന്താ കണ്ടത്? അവിശ്വാസികളുടെ, അഭക്തന്മാരുടെ പ്രോസ്പെറിറ്റി. ആത്മീയ പ്രോസ്പെറിറ്റി അല്ല അവര് കണ്ടത്, അവര് വിശുദ്ധിയോടെ നടക്കുന്നതല്ല അവൻ കണ്ടത്. അവർക്ക് നല്ല ആരോഗ്യം, അവർക്ക് നല്ല സമ്പത്ത്, അവര് നല്ല ഗമയിലൊക്കെ നടക്കുന്നു, നല്ല കാറുമൊക്കെ മേടിച്ച് വീടുമൊക്കെ പണിത് നല്ല ഗമയിൽ നടക്കുന്നു. അപ്പോ അതെന്താണെന്നുള്ളതായിരുന്നു അവന്റെ സംശയം. ജീവിതത്തിലെ പ്രധാന കാര്യങ്ങൾ ആത്മീകമാണെന്നും നിലനിൽക്കുന്നതാണെന്നും അല്ല, ഈ ലോകത്തിലും വരുവാനുള്ളതിലും നിലനിൽക്കുന്നതാണെന്നുള്ള കാര്യം വിട്ടിട്ട് ഭൗതികമായ നന്മകൾ അവന്റെ ഫോക്കസ് ആയി തീർന്നു. നമ്മുടെ ജീവിതത്തിലും ഈ തെറ്റ് നമുക്ക് സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഒരാളുടെ നന്മ, ഗുണം എന്ന് പറയുന്നത് നാം അളക്കുന്നത് പലപ്പോഴും ഭൗതികമായ എന്തുണ്ട് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ്. അയാൾ വലിയ ധനികനാണ്, അല്ലെങ്കിൽ ഇന്ന നിലയിലൊക്കെയാണ്, അവരുടെ വീട്, അവരുടെ കാറ്, അവരുടെ സമ്പത്ത്, ബാങ്ക് ബാലൻസ്, ഇതൊക്കെയാണ് വലിയ കാര്യം എന്നുള്ള നിലയിൽ വിശ്വാസികളും അറിയാതെ ചിന്തിച്ചു പോവുകയാണ്. നാം ദൈവവഴിയിൽ നടന്നിട്ട് ഇതൊന്നും ഇല്ലല്ലോ എന്ന് ചിന്തിച്ചു പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ആസാഫ് വരുത്തിയ 3 തെറ്റുകൾ നമുക്ക് വരുത്താതിരിക്കാം. മുകളിലേക്ക് നോക്കുന്നതിന് പകരം അവൻ ചുറ്റും നോക്കി.
ഭൗതിക നന്മയെ ആത്മീയ നന്മയേക്കാൾ പ്രധാനം എന്ന് അവൻ വിചാരിച്ചു. അവൻ മറ്റുള്ളവരുമായി തന്നെത്താൻ താരതമ്യപ്പെടുത്തി. ആസാഫിനെ നമ്മൾ ആരും കുറ്റം പറയേണ്ട. നമ്മളെല്ലാം അനുദിന ജീവിതത്തിൽ നമ്മുടെയൊക്കെ മനസ്സിൽ വന്നു പോകുന്ന, യോഹന്നാൻ സ്നാപകന്റെ മനസ്സിൽ വന്നെങ്കിൽ പിന്നെ നമ്മുടെ മനസ്സിൽ വരുമോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ എല്ലാം മനസ്സിൽ വന്നു പോകാവുന്ന വൈഷമ്യങ്ങളാണിതെല്ലാം. ഇനി അതിന്റെ താഴെ 15-ാം വാക്യത്തിൽ ആസാഫ് പറയുന്നത്, ഞാൻ ഇങ്ങനെ സംസാരിപ്പാൻ വിചാരിച്ചെങ്കിൽ ഇതാ ഞാൻ നിന്റെ മക്കളുടെ തലമുറയോട് ദ്രോഹം ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഇത് അവൻ വിചാരിച്ചേ ഉള്ളൂ, ഇത് പറഞ്ഞില്ല. എന്റെ മനസ്സിൽ ഇങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചു, പക്ഷേ ഇത് ഞാൻ പറഞ്ഞില്ല. ഇത് ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ വലിയൊരു തെറ്റ് ഞാൻ ചെയ്യുമായിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം. വിശ്വാസത്തിന്റെ വാക്കുകൾ വേണം നാം എപ്പോഴും സംസാരിക്കാൻ. We must always speak the words of faith. അവിശ്വാസത്തിന്റെ വാക്കുകൾ നമ്മുടെ വായിൽ നിന്ന് വരാൻ പാടില്ല. നമ്മുടെ മനസ്സിൽ മനുഷ്യരായതുകൊണ്ട് ചില ചിന്തകളൊക്കെ ചിലപ്പോൾ വന്നെന്ന് വരാം. ആ ചിന്തകളൊക്കെ നിയന്ത്രിക്കണം, അതിനെ ജയിക്കണം, അതിനെ എന്റർടൈൻ ചെയ്യരുത്. എന്നാൽ ഇതൊന്നും നാം പറയരുത്. നമ്മുടെ വാഗുണ്ട് ദൈവത്തിന് വിരോധമായി നാം ഒരിക്കലും സംസാരിക്കരുത്. ദൈവത്തിന്റെ നന്മയെ നമ്മുടെ വാഗുണ്ട് നാം ചോദ്യം ചെയ്യരുത്, ഹൃദയത്തിലും ചോദ്യം ചെയ്യരുത്. എന്നാൽ അഥവാ ചിന്തകൾ വന്നു പോയാൽ തന്നെ don't give expression, don't give vent to these feelings. സങ്കീർത്തനക്കാരൻ പറയാണ്, ഞാൻ ഇങ്ങനെ സംസാരിച്ചിരുന്നെങ്കിൽ വലിയ തെറ്റ് ഞാൻ ചെയ്തു പോയേനെ. നിന്റെ മക്കളുടെ തലമുറയോട് ദ്രോഹം ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താ? ഞാനിത് പറഞ്ഞാൽ മറ്റുള്ളവര്, എന്റെ മക്കള്, മറ്റു തലമുറ, അടുത്ത തലമുറയിലുള്ളവര് അവരിത് കേൾക്കും. ഞാനിത് ചിന്തിക്കുന്നത് ശരിയല്ല, പക്ഷെ ചിന്തിച്ചാൽ ആർക്ക് മാത്രമേ ഉള്ളൂ ദോഷം? എനിക്ക് മാത്രമേ ഉള്ളൂ ദോഷം. ഞാനിപ്പോ ചിന്തിക്കുക ദൈവം അത്ര നല്ലവനല്ലെന്ന് ചിന്തിച്ചാൽ അതിന്റെ ദോഷം എനിക്ക് മാത്രമേ ഉള്ളൂ. എന്നാൽ ഞാനിത് പറയുകയാണ് നിങ്ങളോട്, മറ്റുള്ളവരോട്, കുടുംബാംഗങ്ങളോട് പറയുകയാണ്, നമ്മൾ ഈ ഭക്തിയുടെ വഴിയൊന്നും പോകുന്നോണ്ടൊന്നും കാര്യമില്ല കേട്ടോ. അപ്പൊ ഈ പിള്ളേരിൽ രണ്ടുപേർക്ക് തോന്നുക അച്ചായൻ പറയുന്നത് ശരിയാന്ന് ചിലപ്പം തോന്നിയെന്ന് വരും. ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ നിന്റെ മക്കളുടെ തലമുറയോട് ദ്രോഹം ചെയ്യുമായി. പ്രിയപ്പെട്ടവരെ, നാം എപ്പോഴും വിശ്വാസത്തിന്റെ വാക്കുകൾ വേണം സംസാരിക്കാൻ. എന്താ വിശ്വാസത്തിന്റെ വാക്കുകൾ, അവിശ്വാസത്തിന്റെ വാക്കുകൾ? ഭാഗം തിരിയാതെ തന്നെ ഞാൻ പറയാം. എല്ലാവർക്കും ഇതൊക്കെ പരിചയമുള്ളതുകൊണ്ട് അതൊന്നും എടുത്ത് വായിക്കേണ്ട ആവശ്യമില്ല. യോശുവയും കാലേബും അതോടുകൂടെ മറ്റു ചിലരും ദേശം ഒറ്റുനോക്കാൻ പോയ കാര്യം സംഖ്യാപുസ്തകത്തിലുണ്ട്. ആ സംഖ്യാപുസ്തകം 12, 14, 13, 14 അധ്യായങ്ങളിൽ നമ്മളത് വായിക്കുന്നുണ്ട്. അങ്ങനെ ദേശം ഒറ്റുനോക്കിയിട്ട് ആ രണ്ട് കൂട്ടരും വന്ന് പറഞ്ഞ റിപ്പോർട്ട്സ്, അവരുടെ പ്രസ്താവനകൾ അവിടെ എഴുതിയിട്ടുണ്ട്. അതിൽ ഭൂരിഭാഗം ആളുകളും പറഞ്ഞത് അവിശ്വാസത്തിന്റെ വാക്കുകളായിരുന്നു. They spoke the words of unbelief. എന്താ അവര് പറഞ്ഞത്? ദേശം നല്ലത് തന്നെ, പക്ഷേ നമുക്കത് കൈവശമാക്കുവാൻ കഴിയുകയില്ല. അവിടെ മല്ലന്മാരുണ്ട്, നമുക്കത് കൈവശമാക്കാൻ കഴിയുകയില്ല. അതാണ് അവർ പറഞ്ഞ അവിശ്വാസത്തിന്റെ വാക്കുകൾ. എന്നാൽ യോശുവയും കാലേബും വിശ്വാസത്തിന്റെ വാക്കുകൾ സംസാരിച്ചു. എന്താ യോശുവയും കാലേബും പറഞ്ഞത്? യഹോവ നമ്മിൽ പ്രസാദിക്കുന്നു എങ്കിൽ അവൻ ആ ദേശം, നമ്മെ ആ ദേശത്ത് കൊണ്ടുചെന്ന് ആ ദേശം നിശ്ചയമായി നമുക്ക് തരും. യഹോവ നമ്മിൽ പ്രസാദിക്കുന്നുവെങ്കിൽ അവൻ പറഞ്ഞതുപോലെ ചെയ്യും. അവര് ചുമ്മാ എന്ന് പറഞ്ഞതല്ല, അവർക്ക് തോന്നിയത് പറഞ്ഞതല്ല. യഹോവ പറഞ്ഞ കാര്യം അവര് വിശ്വസിച്ചിട്ട് പറഞ്ഞതാ. അവരെ അവിടെ കൊണ്ടുചെന്ന് ആക്കുമെന്ന് ആരാ പറഞ്ഞേ? യഹോവ തന്നെയാ പറഞ്ഞത്. മുൾപ്പടർപ്പിൽ പ്രത്യക്ഷനായ ആദ്യ സന്ദർഭത്തിൽ തന്നെ പറഞ്ഞു, നിങ്ങളുടെ നിലവിളി ഞാൻ കേട്ടു, സങ്കടം ഞാൻ അറിയുന്നു. ഇവിടെ നിന്ന് വിടുവിച്ച് പാലും തേനും ഒഴുകുന്ന ദേശത്ത് നിങ്ങളെ കൊണ്ടുചെന്ന് ആക്കുവാനും ഞാൻ ഇറങ്ങി വന്നു.